AM? ഓക്കെ മാം, നമുക്ക് കറക്റ്റ് പോകേണ്ടത് ആലുവ. യാ മാം, ഓക്കെ. മാം ടൈം എപ്പോഴായിരുന്നു? ഓ 3 o'clock. ഓക്കെ മാം, ഐ വിൽ there until 3 o'clock. Yeah. Are you alone or is there somebody else with you? No. Okay. Yeah ma'am. Okay, thank you. അളിയാ അളിയാ പറ. നമ്മുടെ മാതൃഭാഷയൊക്കെ നീ മറന്നിരിക്കണു. അളിയാ ഇത് അതല്ല, ഇത് വേറെ. അതായത് നമ്മുടെ കസ്റ്റമറാണ്, പുള്ളിക്കാരി ഡോക്ടറാണ്. അപ്പൊ സംഭവം എന്താ സംഭവിച്ചെന്നല്ല, ഞാൻ പോണ വഴിക്ക് പുള്ളിക്കാരി നമ്മുടെ ഓട്ടോ കയറി. പറഞ്ഞു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്തോന്ന്, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് എന്തോ വലിയ അത്യാവശ്യമായിട്ട് കാർ എടുത്തോണ്ട് പോയേക്കാണ്. പുള്ളിക്കാരിക്ക് പോവാൻ വണ്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിലും ഓട്ടത്തിന് നമ്മളെ വിളിച്ചാൽ നമ്മളെ കറക്റ്റ് 1 ടൈമിന് നമ്മൾ വരുമെന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഓട്ടോ സെറ്റായി. വേറെ 2-3 ഓട്ടോ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു പൊളി ഓട്ടോ എങ്ങോട്ടാ? ആലുവ. എടാ ആലുവ വരെയൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ, നിന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റുമോ? പിന്നെ അളെ നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കിനിടയിട്ട് ഇങ്ങനെ കുട്ടി വളച്ചെടുക്കില്ലേ. കേശു കൈവെള്ളയിട്ട് കറക്കുവാണ് ഓട്ടോ. അത് പിന്നെ സംഭവം എന്താണെന്നറിയാം അമ്മായി, നമ്മുടെ രതീശ് എന്തായാലും ഓട്ടോ ഉള്ള സമയത്ത് ഞാൻ പുള്ളിയെടുത്ത് പോയിട്ട് മേടിച്ച് ഓടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലേ പിന്നെ നമ്മളോട്ടുള്ള പരിചയം. ലൈസൻസ് ഉള്ളതിന്റെ അഹങ്കാരം. എന്താ അഹങ്കാരം കാണിച്ചൂടെ? കാണിക്ക്. അതേ എനിക്ക് ജംഗ്ഷൻ വരെ ഒന്ന് പോണായിരുന്നു. എനിക്കും ജംഗ്ഷൻ വരെ ഒന്ന് പോണമായിരുന്നു. നമ്മൾ അങ്ങോട്ടൊന്ന് ഇറക്കോ? ഇറക്കിയാ മാത്രം മതിയോ? ഒരു 10 മിനിറ്റ് വെയിറ്റ് ആണെങ്കിൽ ഞാൻ ഇച്ചിരി അല്ലറ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഓടി വരാം. 10 മിനിറ്റ് എന്ന് പറയുമ്പം വെയിറ്റിംഗ് ചാർജ് തരണം. പിന്നെ വെയിറ്റിംഗ് ചാർജ് തരണം. സംഭവം വീട്ടിൽ നിന്നാണ് പോണെങ്കിലും ഓട്ടോ ആണ്. നമ്മളെ കനകന്റെ കൊണ്ട് പോയല്ലോ ഇന്നാണ്. എഴുതി വെച്ചിട്ടുണ്ട് പേയ്മെന്റ് വരും, തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാവം കയ്യിലില്ലാത്തത് തന്നില്ല. പറ്റുബുക്ക നിങ്ങളെ പോലുള്ള പറ്റുന്നവരൊക്കെ വേണ്ടി പേയ്മെന്റ് തരുമോ? തരാം. ശരി, എപ്പോ പോണം? ഓക്കെ, നിനക്ക് എന്തെങ്കിലും ഓട്ടോ ഉണ്ടോ? എനിക്കൊരു ഓട്ടോ ഇല്ല. അതിന് വല്ല ഓട്ടോ ഉണ്ടോ? ട്യൂഷൻ സെന്ററിൽ പോകാൻ ഓട്ടോ വേണ്ടടി. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ട്യൂഷൻ സെന്ററിൽ പോണായിരുന്നു. പിന്നെ അളിയാ, എനിക്ക് നാളെ രാവിലെ കുഴിപ്പുളത്ത് പോകണം. പോയിട്ട് രാത്രി വരത്തുള്ളൂ, നീ തന്നെ ഓടണം. രാവിലെയോ രാത്രിയോ ഉച്ചയ്ക്കോ വൈകിട്ടോ നാളെയോ മറ്റന്നാളെയോ എപ്പോഴാണെങ്കിലും ഓട്ടം. എന്താ കേച്ചു അളിയാ? 10 ദിവസം കഴിയുമ്പോ ഒരു എമൗണ്ട് രതീശന്റെ കൈ കൊടുക്കണം. ഞാൻ കൊടുക്കും. പിടിയാനാണ് തീരുമാനിച്ചിരിക്കണം അല്ലേ? പിഴിയാനാ? ആൾക്കാരെ പിഴിയാനാ? ഈ കേച്ചുവാ? അല്ലേ, അത് കൊള്ളാം. അമ്മായി കേക്കണം. നമ്മൾ இந்த ഓട്ടോ என்ன சொல்றது, இந்த ഓട്ടോ പെരിയ മലയാളിക്ക് പറ, മലയാള ഭാഷയിൽ പറ. അല്ല, இந்த ഓട്ടോ പബ്ലിക് സർവീസ് ആണ്. ഓട്ടോ എന്താ മലയാളത്തിൽ പറയാം. ഈ ഓട്ടോ എന്ന് പറയണത് നമ്മൾ പബ്ലിക് സേവനത്തിന് വേണ്ടി, ആൾക്കാർക്ക് വേണ്ടി നമ്മൾ അങ്ങ് കൊടുക്കുകയാണ്. വിശ്വാസമില്ല? അല്ല, നീ പറ, കേക്കോണ്. ന്യായമാണ്, റേറ്റ് കയറണ്ടേ. ഓട്ടോടെ പറയാൻ എഴുതിക്കാൻ പോണ്. എന്തോന്ന്? ആരും അറിഞ്ഞോണ്ട് ആ ഓട്ടോക്കകത്ത് കേറല്ലെന്നാ. നീ ഇനി അറിഞ്ഞോണ്ട് ആ ഓട്ടോക്കകത്ത് കയറി പോലെ കേട്ടല്ലേ? നീ ശരിക്കും സീരിയസ് ആയിട്ട് പറ, എന്തോ എഴുതാൻ പോണേ? എഴുതിക്കാൻ പോണതാ 12 വയസ്സിന് താഴെയുള്ള, വേണ്ട പോട്ട്, 14 വയസ്സിന് താഴെയുള്ള പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ഫ്രീ സൗജന്യ ഓട്ടോ യാത്ര. സ്ത്രീകൾക്ക് ഫ്രീ ആക്കണോ വേണ്ടത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ഫ്രീ ആക്കും. പിന്നെ ഗർഭിണികൾക്ക് ഫ്രീ, ആശുപത്രി കേസിന് സ്വാഭാവികമായിട്ടും ഫ്രീ, അപ്പൂമാർക്ക് ഫ്രീ, അമ്മൂമാർക്ക് ഫ്രീ, വയോധികങ്ങൾക്ക് ഫ്രീ. 20 വയസ്സിന് താഴെയുള്ള കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേർക്ക് ഫ്രീ. ഹലോ, ഞാൻ നേരത്തെ പറഞ്ഞു ലേഡീസിന് ഫ്രീ ആക്കണോ വേണ്ടത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഡിഫറെന്റ് ലേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ. പിന്നെ അല്ല, എല്ലാവർക്കും ഫ്രീ കൊടുക്കുവാണെങ്കിൽ പിന്നെ രതീഷായിട്ട് പൈസ എങ്ങനെ കൊടുക്കും? അത് ഇതിനൊന്നും പെടാത്ത ആൾക്കാരുണ്ടല്ലോ, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കും, കൊടുക്കും. ഒരു എമൗണ്ട് ഞാൻ കൊടുക്കാതെ ഉറപ്പാണ്. പിന്നെ ഈ സ്റ്റുഡൻസിന് ST ആക്കണോ അതോ ഹാഫ് പൈസ മേടിച്ചാൽ മതിയോ എന്നൊരു ചിന്ത. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ. അങ്ങനെ എല്ലാവർക്കും ഫ്രീ അല്ലേ? ഫ്രീ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. കോമഡി പോയാലോ? ടൈമിൽ ഫോൺ എടുത്ത് എന്നേ പോവാം.